ഇപ്പൊ വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ആറാ കിളവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു പിന്നെ ഇവിടെ തമ്പാക്കും ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കും ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നുണ്ട് ആ തമ്പാക്കും അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചു. ഹായ് നമസ്കാരം. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ജാൻമണിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ജാൻമണി എന്തൊക്കെയോ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയോ പരിസരബോധം മറന്നു വിളിച്ച് പറയുന്നുണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ നമ്മൾ ആരെ കുറിച്ചിട്ടാണ് എന്താണ് പറയുന്നതെന്ന് ഒരു ബോധവും ഇല്ലാണ്ട് ആള് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഇങ്ങോട്ട് പടച്ചു വിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ധൈര്യം ഇരിക്കുന്നു. അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിസ്സാരം ബിഗ് ബോസിലെ റിവ്യൂ പറയുമ്പോൾ വന്നിരുന്ന് പറയുന്നത്. എന്തുദ്ദേശിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അവർക്ക് പോലും അറിയത്തില്ല. എന്തായാലും ജാൻമണിയുടെ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. ഇപ്പൊ വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ആറാ കിളവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു പിന്നെ ഇവിടെ തമ്പാക്കും ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കും ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നുണ്ട് ആ തമ്പാക്കും അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയൊരു വ്യക്തി കൂടിയാണ് ഈ ജാൻമണി. ജനങ്ങൾ അങ്ങ് ഇഷ്ടപ്പെട്ട് വരുന്ന ആ ഒരു സമയത്ത് ജാൻമണി കാണിച്ചു കൂട്ടുന്നതാണ്. ഇനിയിപ്പോ റീച്ച് കൂട്ടാനുള്ള പ്രശ്നങ്ങളാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇനി ഇത് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം കെട്ടടങ്ങുമ്പോഴത്തേക്ക് അടുത്ത് വീണ്ടും വരും എന്തെങ്കിലും ഒരു ടോപ്പിക്കും കൊണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിൽ തോന്നുന്ന പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും. എവിടെയാണ് പറയേണ്ടതെന്ന് ഒരു ബോധവും ഇല്ല. ഇല്ലെങ്കിൽ റിവ്യൂ പറയുന്ന പോലെയാണോ ഇത്? എന്താ ബിഗ് ബോസിന്റെ റിവ്യൂ ആണോ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ വേണ്ടിട്ട് എത്ര ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ്, എത്ര ജനലക്ഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാനൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ച് നല്ലത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനെ കുറിച്ച് പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇന്ന പാർട്ടിയെ കുറിച്ചിട്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ട്രെയിനിൽ പോയിട്ട് അതാണ് പണി. ഇപ്പൊ മുടിതേ ഉള്ളൂ അല്ല, ട്രെയിനിൽ പറയില്ലേ ചായ വേണോ ചായ വേണോ ചായ വേണോ ചായ വേണോ സമൂച്ച ചായ കൊടുക്കാൻ വേണ്ടി പറ. അവന്റെ അതാണ് ജോലിയല്ലോ. മൂലയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു ബിഗ് ബോസിൽ കയറിയ പിന്നെ അവർ സെലിബ്രിറ്റിയാണ്. അവരെ 10 ആൾക്കാരെ അറിയും. പിന്നെ അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിൽ തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഴിച്ചുവിട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ മന്ത്രിയെ കുറിച്ച് ഇത്രയും അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇറങ്ങിയ ഈ ഒരു കാര്യത്തിനോട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ 12ഓളം കേസുകൾ ഇപ്പം നിലവിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം ജാൻമണി എന്ന് പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ അമ്മയെ പറ്റിയിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ അപവാദ പ്രചാരണം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ആദ്യ പരാതി എത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ മീഡിയ സെൽ കൺവീനർ കൂടിയായിട്ടുള്ള S നന്ദു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതൊരു വെറും പരാതിയായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ജാൻമണിയുടെ സാമ്പത്തിക സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ കേസെടുത്ത് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ളതാണ്. കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും മാതാവിനെ മോശമായി പറഞ്ഞുകൊണ്ടുമായിരുന്നു ആ വീഡിയോ പുറത്തു വന്നത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ ജാൻമണിക്കെതിരെ വിമർശനങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ജാൻമണി ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇതിനെതിരെ 12 കേസാണ് ഇപ്പൊ നിലവിൽ വന്നേക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ രഞ്ജിനി ഹരിദാസ് ഒന്നും കൂടെ കാണത്തില്ലല്ലോ, കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഗുരുതരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ജാൻമണി മാപ്പുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ മാപ്പ് കൊണ്ട് തീരുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതിന്റെ നിയമ നടപടികൾ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു ജാൻമണിക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ? നമ്മൾക്കറിയാം ജന്തർ മന്ദിർ എന്ന് പറയുന്ന ആ ഒരു സമരത്തിൽ ഇവരെ ഭയങ്കരമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും കൂടി ജനങ്ങളെ ഭയങ്കരമായിട്ട് ഇവരെ കെയർ ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. അതിനിടയിൽ ഇവർ കാലോടച്ചിരിക്കുകയാണ്. എന്താ പറയുക, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വായിൽ തോന്നുന്നു വിളിച്ച് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ആരെ കുറിച്ചിട്ടാണ് എന്താണ് പറയുന്നത്, എപ്പോഴാണ് പറയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി ബോധപൂർവമാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത്
പറയാനുള്ളത്. ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ പറയും കൂട്ടുകാരൊക്കെ കൂടെ കാണും എന്നൊക്കെ പറയും, പക്ഷെ ഇല്ല, അവസാനം ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട അവസ്ഥ വരും. അത് ആദ്യം മനസ്സിലാക്കാം. ഇപ്പം തന്നെ ഈ ഒരു പ്രശ്നം ഗുരുതരമായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ജയിലിൽ പോലും അടയ്ക്കേണ്ട ഒരു പ്രശ്നമാണ്. അത്രമേല് ആ ഒരു നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നുണ്ട് ജാൻമണി ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ബിഗ് ബോസ് അല്ല. ബിഗ് ബോസിലാണെങ്കിലും തോന്നിയത് എന്തും പറയാം, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് തോന്നിയത് ഇങ്ങനെ പറയാഞ്ഞാലേ അതിനുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ ഇങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ. നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം, ആ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടോ? ഒരാളുമില്ല, എല്ലാവരും അതിനെതിരാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെ എന്ത് പറയണമെന്ന് ആദ്യം നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മൾ ഈ ഒരു സാധാരണ റിവ്യൂ പറയുന്ന കാര്യങ്ങളല്ല ഇത്. എന്തൊക്കെയാ വിളിച്ച് കൂട്ടിയിരിക്കുന്നത്, എന്തൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കേ ഇത്തിരിയെങ്കിലും ബോധം തോന്നിയിട്ടുണ്ടോ? എന്തായാലും 12ഓളം കേസുകൾ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിനെതിരെ. ഒരു പാർട്ടിയെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തയും അവനവന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാർട്ടിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള പ്രസ്താവനകൾ അങ്ങനെ വരുത്താൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയും, പക്ഷെ അത് അധിക്ഷേപം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയാൻ പാടില്ല. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പൊ ഇത് പറഞ്ഞത് ജാൻമണിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാൻമണി എത്രത്തോളം ആ ഒരു പ്രശ്നത്തെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. And I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ ഈ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. വീഡിയോ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാം നശിക്കാൻ പോകുന്നില്ല. ഒന്ന് ആലോചിക്കുക, ആ ഒരു വീഡിയോ അപ്പൊ തന്നെ എല്ലാ ആൾക്കാരും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മൊത്തത്തിൽ പടർന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനെ ഡിലീറ്റ് ആക്കിയിട്ട് എന്ത് കാര്യമാണ് കിട്ടാൻ പോകുന്നത്? ഉള്ളതെല്ലാം പറഞ്ഞ് അവിടെ ബലിപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ വന്നിട്ട് കാര്യങ്ങൾ മെഴുകിയിട്ട് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു? ജാൻമണി എന്തോ പിഞ്ച് പാലക കുഞ്ഞാണോ? ഒന്നും അറിയാൻ പാടില്ലാത്തുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു മോശം പ്രസ്താവന പുറത്തേക്ക് വിടുന്നത് എങ്ങനെയാണ് ഇത്രയ്ക്കുള്ള ധൈര്യം വരുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പം എന്താ പറയാ, നമ്മൾക്ക് ഒരാളെ വിമർശിക്കാം, അധിക്ഷേപിക്കാൻ പാടില്ല. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്, ഒരാളെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ അത് അധിക്ഷേപിക്കുന്ന രീതിയിൽ പറയരുത്. അതാണ് ചെയ്യാനുള്ളത്. എന്തായാലും ഇവരെയൊക്കെ പിടിച്ച് 2 ദിവസമെങ്കിലും തുറങ്കിൽ അടച്ചാൽ മാത്രമേ ഇവർക്ക് ബോധം വരത്തുള്ളൂ. ഇപ്പോഴും അവർക്കൊരു ബോധം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തും വിളിച്ച് പറയുന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഇപ്പോഴും. എന്നിട്ട് പറയുന്നത് അന്ന് കരങ്ങി മെഴുകാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് കൊച്ചുകുട്ടിയെ പോലെ ഒന്ന് ക്ഷമിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇടുകയാണ്. മൈക്ക് കൊണ്ട് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വായിൽ തോന്നുന്നു അങ്ങ് എന്തൊക്കെയാണെങ്കിലും വെട്ടി തുറന്ന് പറയുകയാണ്. മനസ്സിലൊന്നും വയ്ക്കാണ്ടാണോ ഇനി മനഃപൂർവ്വം അങ്ങനെ പറയുന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും അവസാനം കരങ്ങി മെഴുകിയിട്ട് വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് ജാൻമണി. ആ ഒരു സ്ത്രീയുടെ ഒരു പേടി പോലും ജാൻമണിക്കില്ല. ഈ ഒരു ബിഗ് ബോസോ ഒന്നുമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ഇനിയെങ്കിലും ഓരോ വാക്കുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് സൂക്ഷിക്കുക. കാരണം ഇപ്പൊ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാടിലേക്ക് പോകും, പക്ഷെ അതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധവും ഇല്ല. അതാദ്യം മനസ്സിലാക്കാം. പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് ഇത്രയ്ക്കും മോശമായിട്ടുള്ള അവഹേളനം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ജാൻമണിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? ജാൻമണി ആരും ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല. പിന്നെ ജാൻമണി എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറപ്പെടുവിച്ച് വിടുന്നത്? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് മാപ്പുമായിട്ട് കരങ്ങി മെഴുകുന്നുണ്ട്. കഷ്ടം തോന്നണേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ.